അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം നിർത്തിപ്പോയത് വെറുതെയൊന്നുമല്ല. ഇനി അദ്ദേഹം ഇറാനുമായി ഒരു യുദ്ധത്തിന് ഒരിക്കലും വരാത്ത വിധം ഭയന്നു പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇന്ന് വ്യക്തമാകുന്നത്. നോക്കൂ നിങ്ങൾ, ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഇറാൻ ഒരു ഡീലിംഗിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഇറാനെ ചാമ്പലാക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് മിഡിൽ ഈസ്റ്റിലെ ചില രാഷ്ട്രങ്ങൾ ഇടപെട്ടു. 2 ദിവസവും കൂടെ സമയം നൽകണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇറാൻ ആവട്ടെ ഈ സമയം നൽകിയെന്ന് നിരന്തരമായി ട്രംപ് പറയുന്നതിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ GCC രാഷ്ട്രങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ട്രംപിനോട് സംസാരിച്ചിട്ടില്ല, ട്രംപ് യുദ്ധം ചെയ്യാൻ പോകുന്നു എന്ന വിവരം തന്നെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന്. യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറാൻ, അഭിമാനം പണയം വെക്കാതെ എങ്ങനെയെങ്കിലും ഈ ഒരു പടുകുഴിയിൽ നിന്ന് കയറി രക്ഷപ്പെടാനാണ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇപ്പോൾ ട്രംപ് മറ്റൊരു വഴി തേടിയിരിക്കുകയാണ്. ഇന്ന് അമേരിക്കയിൽ നിന്ന് വരുന്ന ന്യൂസ്, ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ഇടയിൽ മധ്യവർത്തികളായി നിൽക്കുന്ന ആളുകൾ ഒരു ഡീലിംഗിലേക്ക് ഇറാനും അമേരിക്കയും എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടെ ഔദ്യോഗികമായി യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കും. ഈ ചർച്ച ആരംഭിച്ചിട്ടുണ്ടെന്നും അതിന്റെ കാലാവധി 30 ദിവസമാണ് എന്നും ആ കാര്യത്തിൽ ആണവ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, അതുപോലെ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നെതന്യാഹുവിനോട് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുറച്ചു കാലവും കൂടെ ഈ വെടിനിർത്തൽ നമുക്ക് നീട്ടി, ഇനി ആ സമയം കഴിയുമ്പോൾ മറ്റൊരു വിദ്യ ഉപയോഗിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടാം. അതായത് ഇപ്പോൾ സത്യത്തിൽ ട്രംപ് ലോകത്തിന് മുന്നിൽ പരിഹാസ്യനായി മാറിയിട്ടുണ്ട്. മാത്രമല്ല അമേരിക്ക എന്താണെന്നും അമേരിക്കയുടെ ശക്തി എന്താണെന്നും അവരുടെ മാക്സിമം പവർ ഉപയോഗിച്ചാൽ ഈ വേൾഡിൽ എന്താണ് സംഭവിക്കുക എന്നും ഇപ്പോൾ ലോകത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരാജയം സമ്മതിച്ച് അതിൽ കീഴടങ്ങിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട്, മാത്രമല്ല ഇറാൻ ആണെങ്കിൽ ഈ യുദ്ധം ആരംഭിച്ചതോടുകൂടെ അമേരിക്കയെ വലയം ചെയ്തിരിക്കുകയാണ്. അമേരിക്ക ട്രംപിന് മൂക്കയറിട്ടിരിക്കുകയാണ്. കാരണം ഹോർമുസ് കടലിടുക്ക് യുദ്ധത്തിന് മുമ്പ് തുറന്നു കിടക്കുന്ന കടൽ, ഇപ്പോൾ അവിടെ നിന്ന് സർവീസ് ഫീ വാങ്ങാൻ അവർ ആരംഭിച്ചിരിക്കുകയാണ്. അത് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. അനുമതിയുള്ള കപ്പലുകൾക്ക് മാത്രം പോകാനുള്ള അവസരം നൽകിയിരിക്കുകയാണ്. ഇതുപോലും പരിഹരിക്കാതെ തിരിച്ചു പോയാൽ പിന്നെ എന്തിനായിരുന്നു ഈ യുദ്ധം? ഇറാന് വേണ്ടിയായിരുന്നോ എന്നതായിരിക്കും പിന്നെ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ അമേരിക്കയെ ട്രംപ് എത്തിച്ചിരിക്കുന്നത്. അതേ സമയത്ത് ഈ യുദ്ധം നീട്ടിയെന്ന് പറയുന്നതിനിടയിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ചതിയാണ് നടത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഉദ്ദേശമെങ്കിൽ, ഇപ്പോൾ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞങ്ങളുടെ കരങ്ങളുള്ളത് ഇപ്പോൾ ട്രിഗറിൽ തന്നെയാണ്. ഏത് സമയത്തും ട്രംപ് വിചാരിക്കുന്നുവെങ്കിൽ കപ്പലും അതുപോലെ തന്നെ അമേരിക്കൻ ഫോഴ്സിനെയും ഉപയോഗിച്ച് ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ സാധിക്കുമെന്നാണ് ട്രംപ് വിചാരിക്കുന്നതെങ്കിൽ ട്രംപ് തകർത്ത് കളഞ്ഞിട്ടുണ്ട്, എല്ലാം തരിപ്പണമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്ന ഇറാന്റെ നാവിക സേനയുണ്ടല്ലോ, അതേ നാവികസേന അമേരിക്കയുടെ സർവ്വ നാവിക സംവിധാനങ്ങളെയും കടലിൽ മുക്കിക്കളയും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും ഇറാനുമായി നേരിട്ടൊരു ഏറ്റുമുട്ടൽ യുദ്ധത്തിലേക്ക് കടക്കുന്നത് അത്ര ഉചിതമായ കാര്യമല്ല എന്ന് ട്രംപ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.